ഹലോ കൂട്ടുകാരെ. അപ്പോൾ എക്സലന്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അരിത്മെറ്റിക് സീക്വൻസിന്റെ കീ നോട്ട്സ് ആയിരുന്നു. ഇത് അവസാനത്തെ കീ നോട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് കീ നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലെ എന്താ പറയുക കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് എന്താണ്, അതുപോലെ സം ഓഫ് ദ ടേംസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മിഡിൽ ടേം കണ്ടുപിടിക്കുക, ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത്, ഈവൺ നമ്പർ ആണെങ്കിൽ എന്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അരിതമെറ്റിക് സീക്വൻസിന് എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ. കഴിഞ്ഞ വർഷമൊക്കെ അത് ഫോർമുല ആയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തില്ല, അങ്ങനെ ഫോർമുല ഇല്ല. ജസ്റ്റ് ഫോർമുല എന്ന് പറയാം, എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്തവണ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ഫോർമുല ഇല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട മക്കൾ, ഈ ഫോർമുല എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ഓക്കെ. സോ ഇനി സ്കൂളിൽ ഫോർമുല പഠിക്കുന്നവരുണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്തോളാം. പക്ഷേ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൺസെപ്ഷൻ ആണ് വരുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ട് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. സോ അതിന്റെ കൺസെപ്റ്റാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. ഓക്കെ. സോ ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് ടേം ഞാൻ എന്തെടുത്തു, 7 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ എത്രയോ ടേംസ് ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടേം ആയിട്ട് പറയുന്നത് 307 ആണ്. ഓക്കെ. സോ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇങ്ങനെ ഒരു അരിതമെറ്റിക് സീക്വൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ. ഫസ്റ്റ് ടേം എന്താണ്, 7 ആണെന്ന് പറയും. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 307 ആണെന്ന് പറയും. അതുപോലെ എന്ത് പറയും, കോമൺ ഡിഫറൻസ് 3 ആണെന്ന് പറയും. ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വരെ ഇട്ടെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് 5 ടേംസ് ഉണ്ട് എന്നാണോ അർത്ഥം? അല്ല, അങ്ങനെയല്ല. അതായത് ഇതിനകത്ത് എത്രയോ ടേംസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ നിന്ന് കൂട്ടാൻ പറ്റുമോ? 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. 10 കഴിഞ്ഞ് 13, 13 കഴിഞ്ഞ് 16, അങ്ങനെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റത്തില്ല. ഓക്കെ. സോ അവിടെ എന്ത് ആവശ്യമാണ്? നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആവശ്യമാണ്. ഫോർമുല അല്ല, കൺസെപ്റ്റ് ആണ്. ഓക്കെ. സോ കൺസെപ്റ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ചിരുന്നോളാം. അതായത് ലാസ്റ്റ് ടേം ഏതാണോ അതെടുക്കുക. ഓക്കെ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 307 ആണ് ലാസ്റ്റ് ടേം. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ടേം കുറയ്ക്കുകയാണ്. അതായത് 7 ഞാൻ എന്ത് ചെയ്തു, കുറച്ചു. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാണ്, കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യാണ്. അതിനോട് കൂടെ ഞാൻ എന്ത് കൂട്ടുകയാണ്, 1 കൂട്ടുകയാണെന്ന് പറയാം. ഓക്കെ. സോ ഇവിടെ എന്ത് കിട്ടും, ഞാൻ ആദ്യം പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. 307 നിന്ന് ഞാൻ എന്ത് കുറച്ചു, 7 കുറച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 300 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 ആണ്. ഓക്കെ. ഈ പ്ലസ് 1 എന്ത് ചെയ്യരുത്, ആദ്യം തന്നെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യരുത്, കൂട്ടരുത്. ഓക്കെ. ആദ്യം തന്നെ കൂട്ടരുത്. അത് ലാസ്റ്റേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മാറ്റി തന്നെ അങ്ങ് എഴുതി പഠിച്ചോളൂ. ഇല്ല വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ അതങ്ങ് കൂട്ടി വെക്കും. ഓക്കെ. അങ്ങനെയല്ല, 301 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. സോ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ. സോ 300ൽ 3 എത്ര പ്രാവശ്യം പോകും, 100 ടൈംസ് പോകും അല്ലേ. 3ൽ 3 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും, 1 ടൈംസ് പോകും. സോ 100 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 101 എന്ന് കിട്ടും. അതായത് ഇതിൽ എത്ര ടേംസ് ഉണ്ട്, 101 ടേമുകളുണ്ട് എന്നാണ്. ഓക്കെ ആണല്ലോ. ഇതെങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ അരിതമെറ്റിക് സീക്വൻസിലും ഒരു ഡിഫറെൻറ്റ് ടേംസ് അല്ലെങ്കിൽ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ എന്തായിരിക്കും, ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ, 300 ആണ് അല്ലേ. ആ 300 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 100ന്റെ മൾട്ടിപ്പിൾ അല്ലേ. ആ മൾട്ടിപ്പിൾ നമ്മൾ കണ്ടുപിടിച്ചു, അതിനോട് കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു എത്ര ടേംസ് അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ആ 1 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ 2 ടേമിൽ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരാളെ പെടുള്ളൂ. അപ്പോൾ ഒരാളുടെയും കൂടെ എന്ത് ചെയ്യണം, അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യും, നമ്പർ ഓഫ് ടേംസ് പറയാൻ വേണ്ടി. അതുകൊണ്ട് എന്താണ് എന്ത് ചെയ്യുന്നത്, ഈ 1 കൂട്ടുന്നത്. ഇതാണ് എന്താ പറയുന്നത്, കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മൾ 2 ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഏതിൻ്റെയൊക്കെ ഡിഫറൻസാണ് കണ്ടുപിടിക്കുന്നത്, ആദ്യം. ഇപ്പോൾ സപ്പോസ് ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഓർക്കാൻ എളുപ്പം. ഓക്കെ. ഫസ്റ്റ് ടേം 4 ആണെന്നെടുത്തു. അതിൻ്റെ ഇടയിൽ എത്രയോ ടേംസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 48 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. ഫസ്റ്റ് ടേം 4 ആണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 48 ആണെന്ന് പറഞ്ഞു. 8 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, 8 വേണ്ട. 8 ആണെന്ന് പറയുന്നത്, 8 വേണ്ട, 4 എടുക്കാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കറക്റ്റായിട്ട് വരത്തില്ല. ഓക്കെ. 4 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയാണ്. ഓക്കെ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ലാസ്റ്റ് ടേം എടുക്കും അല്ലേ? ലാസ്റ്റ് ടേമായ 48 മൈനസ് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും. 4 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള എന്തെടുക്കും? 4 എടുക്കും അല്ലേ? ഈസ് ഈക്വൽ ടു +1 +1 ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ. ഈസ് ഈക്വൽ ടു 48 മൈനസ് 4 എന്ന് പറയുന്നത് 44 ആണ്. ഡിവൈഡഡ് ബൈ 4 +1 ഈസ് ഈക്വൽ ടു 44 4ൽ എത്ര? 4 4ൽ 1 ടൈം അടുത്തത് 1 ടൈം എടുക്കുമ്പോൾ 11 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും? 12. ആ +1 ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റി. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. സോ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ടേംസ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. അതിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടുക? ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോമൺ നമ്മൾ നമ്പർ ഓഫ് ടേംസ് കിട്ടും. ഓക്കെ. ഈ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് ടേംസ് ആണ് കേട്ടോ. ഈ അരിതമെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ട്? 12 ടേം ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും കൂടെ എന്തുണ്ട്? നമുക്കുണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണെന്ന് പറയാണ് ഒരു 8 ഫസ്റ്റ് ടേമും 308 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണെന്ന് വിചാരിക്കുക. കോമൺ ഡിഫറൻസ് 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഒരു ഒരു ഇതിൽ ചോദിക്കുകയാണ് ഈ അരിതമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ലേ? ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കും. പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് 2025 എന്ന് പറയുന്നത് ഇതിലൊരു ടേം ആണോ അല്ലയോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറയും? കണ്ടുപിടിക്കാൻ പറയും. യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ. സോ ടേം ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത് നമ്മുടെ നമ്പർ ഓഫ് ടേംസിൻ്റെ അതേ പാറ്റേൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ടേം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 2025 അത് ഞാൻ എടുത്തു. അതാണ് എന്തെന്ന് പറയുന്നത്? എൻ്റെ ലാസ്റ്റ് ടേം ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2025 മൈനസ് എന്താണ്? ഫസ്റ്റ് ടേം. നമ്മൾ നേരത്തെ ലാസ്റ്റ് ടേം എന്താണോ ഇത് ഡിവൈഡഡ് ബൈ അല്ല മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. സെയിം പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്യുക. +1 വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഓക്കെ. ഞാൻ പൊതുവെ +1 കൂടെ പറയാറുണ്ട്. ഓക്കെ. സോ അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. സോ എത്ര കിട്ടും? 2025 നിന്ന് 8 കുറയ്ക്കണം അല്ലേ? സോ 2017 എന്ന ആൻസർ അല്ലേ? 2017 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. ഓക്കെ. ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താണ്? 2017 ഡിവൈഡഡ് ബൈ 3 ക്യാൻസലേഷൻ മെത്തേഡാണ് എപ്പോഴും എളുപ്പം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് മാത്രം. ഓക്കെ. 3 എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. 18 ബാക്കി 2 2ൽ പോവില്ല. 21ൽ 7 ടൈംസ് പോവും. സോ 21 ബാക്കി 0 7 ഇറക്കി എഴുതുമ്പോൾ 3ൽ എത്ര പ്രാവശ്യം പോവും? 2 ടൈംസ് പോവും. 6 റിമൈൻഡർ 1. ഓക്കെ. ഒരു പോയിന്റ് വരും. പോയിന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 0 to 10 എത്ര പ്രാവശ്യം പോവും? 3 3 3 എന്ന് പറഞ്ഞിട്ട് പോവും അല്ലേ? സോ ഇതിനർത്ഥം എന്ന് പറയുന്നത് 672.3 പ്ലസ് 1 അതായത് 673.3 അല്ലേ? ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. 673.3 ടേംസ് അതിനകത്തുണ്ട്. നമ്മൾ പറയുമോ ഒന്നരാമത്തെ ടേം അല്ലെങ്കിൽ പത്തരാമത്തെ ടേം അങ്ങനെ പറയുമോ? ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്ത് പറയും? 10ാമത്തെ ടേം അല്ലെങ്കിൽ എന്തേ ഉള്ളൂ? 11 ഉള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള 10 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടോ? ഇല്ല. അതായത് പോയിന്റ് സംഖ്യകൾ വരുന്ന നമ്പർ ഓഫ് ടേംസ് എന്തായാലും ഉണ്ടാവില്ല. സോ ഇതിനർത്ഥം എന്താണ്? 225 എന്ന് പറയുന്നത് ഇതിലൊരു ടേം അല്ല എന്നാണ് അർത്ഥം. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേം അതിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ നോക്കുന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ടേംസിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹോൾ നമ്പറോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. അതായത് പോയിന്റ് ഇല്ലാത്ത ഒരു സംഖ്യ ആയിരിക്കും കിട്ടുക. ഇൻ കേസ് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉള്ള സംഖ്യയാണ് കിട്ടിയെങ്കിൽ അതിനർത്ഥം എന്തല്ല? ആ നമ്പർ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ ആണല്ലോ. സോ ഒരു ടേം ഇതിലാണോ ഇല്ലയോ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാം. ഓക്കെ. ടേം ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ കൂടെ ഈ +1 ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് 2 എന്താണ്? ഒരു അരിതമെറ്റിക് സീക്വൻസിലെ 2 ടേമുകളുടെ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസിൻ്റെ എന്താക്കണം? മൾട്ടിപ്പിൾ ആവണം. 717 എന്ന് പറയുന്നത് എന്തല്ല? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ടേം അതിലല്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നത്? പറയുന്നത്.
ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ നോട്ട്സ് എന്ന് പറയുന്നത്. 1, 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തേക്കാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല മനസ്സിലാവില്ല. സോ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പറയാം. ഓക്കെ ആണല്ലോ. സ്റ്റേ ട്യൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ ബൈ.